അപ്പൊ CCTV വിഷ്വലിൽ നിങ്ങൾ വന്നതായി കാണുന്നതോ? അത് പിന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ട് പോയതാ. അന്ന് മാത്രമല്ല, കഴിഞ്ഞ മാസം 4-ന്, 17-ന്, പിന്നെ 27-ന്, അതിനു മുമ്പത്തെ മാസം ഒരു 4-5 വട്ടം. അങ്ങനെ ഒരുപാട് വട്ടം. അവള് വന്നാൽ ഒരു 4-5 മണിക്കൂറോളം എന്റെ കൂടെയാണ്. ഡ്രഗ്സും അതും ഇതുമൊക്കെ ആയിട്ട് അങ്ങ് പോകും. നിങ്ങൾ തമ്മിൽ എത്ര തവണ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും എവിടെയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെന്നും നരേഷ് കൃത്യമായി പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. തലേന്ന് ഓഫീസിൽ വെച്ചും ഇങ്ങനൊന്നും നടന്നിട്ടില്ല. ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനപ്പുറത്തേക്ക് മറ്റൊന്നും ഞാനും നരേഷും തമ്മിലില്ല. ബാക്കിയെല്ലാം എന്റെ പേഴ്സണൽ ലൈഫാണ്. അതൊന്നും ഞാൻ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നരേഷിന്റെ ഓഫീസിലേക്ക് എന്തിനാണ് പോയത് എന്നത് ഈ കേസിൽ വളരെ റെലവന്റ് ആയ ഒരു കാര്യമാണ് ദേവി. നരേഷ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായൊരു മറുപടി അത് ദേവിക്ക് തരാനുണ്ടോ? പിന്നെ എന്തിനാണ് നരേഷിന്റെ ഓഫീസിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്? എന്തിന് ഇത്രയും സമയം ചെലവഴിക്കണം അവിടെ? മെയിൻ സ്ട്രീമിലുള്ള ഒരു ആക്ടറായിട്ട് എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മീറ്റിംഗ് പ്ലേസ് ആയിരുന്നു നരേഷിന്റെ ഓഫീസ്. നരേഷ് പറഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ അവിടെ പോയത് അയാളെ കാണാനാണ്. പക്ഷേ തലേ ദിവസം കോംപ്രമൈസ് ടോക്കിന് നരേഷ് വിളിച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ആരാ പറഞ്ഞേ? അവളല്ലേ പറഞ്ഞേ? ഓക്കെ, അതങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് തന്നെ വെക്കേ. എന്നിട്ട് അയാളിപ്പോ എവിടെ? ഞങ്ങൾ ബ്രേക്കപ്പായി മീറ്റു ആയിട്ട് ബന്ധപ്പെട്ട്. മീറ്റു ആയിട്ട് എങ്ങനെയാ? മീറ്റുവിൽ ഞാൻ സ്പോട്ട് ഔട്ട് ചെയ്തത് അയാളുടെ സുഹൃത്തിനെയായിരുന്നു. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് ആരാണെന്ന് അവള് തന്നെ പറയട്ടെ. അയാള് മുന്നിൽ വന്നാൽ അപ്പൊ ഞാൻ പറഞ്ഞ മുഴുവൻ കള്ളമാവുമല്ലോ. സോറി, അത് ആരാണെന്ന് വെളിപ്പെടുത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.